പ്രൈസ് ദി ലോർഡ്. ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതവാനായി, അതിശയവാനായി ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നടത്തി, ഇനിയും നടത്തുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസത്തിൻ്റെ നടുവിൽ, നമ്മുടെ ദുഃഖത്തിൽ, നമ്മുടെ കഷ്ടതകളിലൊക്കെയും ഇറങ്ങി വരുവാൻ തക്കവണ്ണം ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മുടെ കഷ്ടതകളിൽ അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഇവിടെ മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചൊല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസത്തെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അതേ പ്രിയമുള്ളവരെ, പത്രോസിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിന് ഒരു പാഠമാണ്. കാരണം എന്താണെന്ന് അറിയണ്ടേ? പത്രോസ് നമ്മെപ്പോലെ ഉള്ളൊരു മനുഷ്യനായിരുന്നു. അവൻ ഏറ്റവും എടുത്തുചാട്ടക്കാരനായ മനുഷ്യൻ. തൻ്റെ ശിഷ്യന്മാരിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും എടുത്തുചാട്ടക്കാരനായ ഒരു മനുഷ്യനായിരുന്നു പത്രോസ്. പത്രോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും ആദ്യം എടുത്ത് ചാടുന്നത് പത്രോസായിരുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്തൊരു കാര്യം പറഞ്ഞാലും അതിനുവേണ്ടി ആദ്യം പരിശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം ചെയ്യുവാൻ ശ്രമിക്കുന്നത്, ഏറ്റവും നന്നായി ചെയ്യുന്നതൊക്കെ ആരായിരുന്നു? പത്രോസായിരുന്നു. അതായത് തൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു പത്രോസ്. പത്രോസിൻ്റെ പിൻകാലം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അവൻ മീൻപിടുത്തക്കാരനായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും നന്നായി കടലിനെ അറിയാവുന്ന ഒരു മനുഷ്യനും കൂടെയായിരുന്നു ആര്? പത്രോസ്. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തനിക്ക് കടലിനെക്കുറിച്ച് നല്ല അറിവുള്ളൊരു മനുഷ്യനുമായിരുന്നു. അതുമാത്രമല്ല, നല്ലൊരു ക്രിസ്തുവിനെ അവൻ നന്നായി അറിഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് ആ ചരിത്രമൊക്കെ നമുക്കറിയാം. എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു പത്രോസിന് തൻ്റെ ശിഷ്യൻ്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ശിഷ്യഗണത്തിൽ കൂട്ടിയതെന്നുള്ള നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നന്നായിട്ട് വീര്യപ്രവർത്തികളും അത്ഭുതങ്ങളും ചെയ്യുന്നൊരു മനുഷ്യനാണെന്ന് പത്രോസിന് നല്ലപോലെ അറിയാം. അപ്പോൾ ഇവിടെ തിരുവചനത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്, ഈ പത്രോസ് യേശു ക്രിസ്തുവിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ഇറങ്ങുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. എങ്ങനെയാണ്? തൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് താൻ ഇറങ്ങി പുറപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ശിഷ്യന്മാരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയച്ച ശേഷം യേശു ക്രിസ്തു മലയുടെ മുകളിൽ കയറി പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. അതിനുശേഷം ഇവരെ ഈ പടകിൽ വെള്ളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അവിടേക്ക് യേശുവിന് എത്തണമല്ലോ, അടുത്ത സ്ഥലത്തേക്ക് പോകുവാൻ യേശുവിന് അവരോടൊപ്പം പോകണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഓൾറെഡി തൻ്റെ ശിഷ്യന്മാർ വെള്ളത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, പടകിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, യേശുവിന് അവരോടൊപ്പം എത്തുവാൻ യേശു വെള്ളത്തിൻ്റെ പുറത്തൂടെ നടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ ഏകദേശം ഇവിടെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, ആ രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു എന്നാണ് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ 4-ാം യാമം എന്ന് പറയുമ്പോൾ ഏകദേശം 3 മണിക്കും 6 മണിക്കും ഇടയ്ക്കുള്ള ഈ സമയത്താണ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് നടന്നു വന്നത്. അപ്പോൾ നമുക്ക് സാധാരണ സ്വാഭാവികമായിട്ട് അറിയാം, അതൊരു ഇരുട്ടുള്ള സമയമായിരിക്കും. ചിലപ്പോൾ ഈ പടകിൽ, അല്ലെങ്കിൽ ഈ ബോട്ടിൽ മാത്രം ചെറിയൊരു വിളക്കോ റാന്തലോ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം. അതിനുശേഷം ബാക്കി ഫുള്ള് കടൽ മുഴുവനും ഇരുട്ടാണ്, അല്ലേ? അപ്പോൾ ആ കടലിലേക്ക് ഒരു വ്യക്തിക്ക് നടന്നു വരുന്നത് കണ്ടപ്പോൾ എന്തെന്നറിയാമോ? ഇവർക്കൊക്കെ സംശയമായി. ഇവിടെ തിരുവചനം പറയുന്നു, കടൽമീൻ നടന്നു വരുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു, അതൊരു ഭൂതമെന്ന് പറഞ്ഞു പേടിച്ചെന്ത് ചെയ്തു? നിലവിളിച്ചു, അല്ലേ? അപ്പോൾ സാധാരണയായിട്ട് നടക്കാത്ത ഒരു സംഭവമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. എന്താണ് നടന്നിരിക്കുന്നത്? കടലിന്മേൽ ഒരു മനുഷ്യന് നടക്കുവാൻ തക്കവണ്ണം കഴിയുന്നു, അല്ലേ? കടലിന്മേൽ യേശു ക്രിസ്തു നടന്നു വരുന്നത് അവർ കണ്ടു. അപ്പോൾ ആദ്യം അവർ തെറ്റിദ്ധരിച്ചത്, ഇരുട്ടാണല്ലോ, ആദ്യം അവർ തെറ്റിദ്ധരിച്ചത് അതൊരു ഭൂതമാണെന്ന് എന്ത് ചെയ്തു? അവരെ തെറ്റിദ്ധരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നാൽ ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതേ പ്രിയമുള്ളവരെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ക്രിസ്തുവിലൂടെ നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും.
പത്രോസോ മറ്റ് യേശുവിന് ശിഷ്യന്മാരോ ഒരിക്കലും ചിന്തിച്ചില്ല കർത്താവായ യേശു ക്രിസ്തു അവരോടൊപ്പം എത്തുവാൻ തക്കവണ്ണം കടലിലൂടെ നടന്നു വരുമെന്ന് എന്ത് ചെയ്തില്ല. അവരൊരിക്കലും വിചാരിച്ചൊരു സംഭവമല്ല. അപ്പോൾ അസാധാരണമായ ചില കാര്യങ്ങൾ കർത്താവിലൂടെ സംഭവിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെയും കർത്താവിന് വളരെ നിസ്സാരമായി ചെയ്യുവാൻ സാധിക്കുമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അത് കണ്ടെന്നറിയാമോ, അവർ ചിന്തിച്ചത് ഇതൊരു ഭൂതം നടന്നു വരുന്നു എന്ന് അവർ ചിന്തിച്ചു. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല, കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. അതിൻ്റെ താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, അപ്പോൾ ഞാനാകുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ട പത്രോസിന് വെറുതെ ഇരിക്കുവാനായിട്ട് സാധിച്ചില്ല, അല്ലേ? യേശു ക്രിസ്തുവിൻ്റെ വലിയ അത്ഭുതങ്ങളെ അല്ലെങ്കിൽ വലിയ വീര്യപ്രവർത്തികളെ കണ്ട പത്രോസിന് വെറുതെ അടങ്ങിയിരിക്കുവാനായിട്ട് സാധിച്ചില്ല. കാരണം അവൻ എടുത്തുചാട്ടക്കാരനാണ്, അവൻ വളരെയധികം പെട്ടെന്ന് ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുന്നവനാണ്. ചിലപ്പോൾ മറ്റു ശിഷ്യന്മാരൊക്കെ ഒന്ന് ചിന്തിച്ചെന്നിരിക്കാം, അല്ലെ, യേശുവിൻ്റെ അടുക്കലേക്ക് എനിക്ക് എങ്ങനെ പോകുവാൻ സാധിക്കും, അല്ലെങ്കിൽ ഇതൊരു വെള്ളമാണല്ലോ, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ചിലപ്പോൾ മറ്റു ശിഷ്യന്മാർ ചിന്തിച്ചിരിക്കാം, യേശു ഇങ്ങോട്ടാണല്ലോ വരുന്നത്, പിന്നെ എന്തിനു ഞാൻ അങ്ങോട്ട് പോകണമെന്ന് പോലും ചിലപ്പോൾ എന്ത് ചെയ്യാം, ചില ശിഷ്യന്മാരൊക്കെ ചിന്തിച്ചിരിക്കാം. പക്ഷേ പത്രോസ് അവരിൽ നിന്ന് വ്യത്യസ്തനായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഓൾറെഡി കർത്താവ് യേശുക്രിസ്തു അവരുടെ അടുക്കിലേക്ക് നടന്നു വരുന്നുണ്ടെങ്കിലും പത്രോസ് അവനാണെന്ന് മനസ്സിലായപ്പോൾ ആ പത്രോസിനൊരു ആഗ്രഹം, എനിക്കും വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി നടക്കണം, കർത്താവിനെ പോലെ യേശുവിനെ പോലെ തന്നെ എനിക്കും വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി നടക്കണമെന്നുള്ള ആഗ്രഹം തൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ വന്നപ്പോൾ യേശുവിനോട് പത്രോസ് പറയാണ്, യേശുവേ ഇത് നീയാകുന്നുവെങ്കിൽ എന്നെ കൂടി ഇറങ്ങി നടക്കുവാൻ തക്കവണ്ണം നീ ഒന്ന് കൽപ്പിക്കണം, അല്ലെങ്കിൽ എനിക്ക് കൂടി നടക്കണം, അതിനുവേണ്ടി നീ ഒന്ന് കൽപ്പിക്കണമെന്ന് കർത്താവിനോട് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എൻ്റെ 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. ആമേൻ, ഹല്ലേലൂയ. പത്രോസ് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് എന്താണെന്നറിയാമോ, അവൻ എന്ത് ചെയ്തു, ഇറങ്ങി നടക്കുവാൻ തക്കവനിടയായി തീർന്നു. അതിൻ്റെ ആ മുമ്പത്തെ ഭാഗത്ത് കാണുന്നു, വരിക എന്ന് കർത്താവ് അവനോട് പറഞ്ഞു, അല്ലേ? പത്രോസ് ഇങ്ങനെ ചോദിക്കുകയാണ്, കർത്താവ് ഞാനും കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ യേശു പറയുകയാണ്, നീ നടന്നു വന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസിന് ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നിരിക്കുക. രണ്ട് തരത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ഈ വെള്ളത്തെക്കുറിച്ച് അവന് നല്ല അറിവുള്ളവനാണ്, ഈ കടലിനെ കുറിച്ച് നല്ല അറിവുള്ളവനാണ്. പിന്നെ അതുമാത്രമല്ല, യേശു ക്രിസ്തു അവൻ്റെ മുൻപിലുള്ള കാര്യം അവന് ഉറപ്പുള്ളത് കൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ ഇറങ്ങി വരാം എന്നുള്ള ചിന്തയിൽ അവൻ ഇറങ്ങി, കടലിലേക്ക് ഇറങ്ങി. നോക്കിയപ്പോൾ എന്ത് ചെയ്യുന്നില്ല, മുങ്ങിപ്പോകുന്നില്ല. പത്രോസ് യേശുവിൻ്റെ വാക്ക് കേട്ട് ചാടി ഇറങ്ങിയതിന് മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ട് കേട്ടോ. വെറുതെ അല്ല പത്രോസ് ചാടി ഇറങ്ങിയത്. അവർ ഈ വരുന്നതിന് തൊട്ട് മുമ്പ് വലിയൊരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ അവർ കണ്ടിട്ടാണ് മടങ്ങി വരുന്നത്, അല്ലേ? അവരെന്താണ് കണ്ടത്? ഏകദേശം 5 അപ്പവും 2 മീനും കൊണ്ട് ഏകദേശം 5000 പുരുഷന്മാരെ, അതായത് സ്ത്രീകളെയും കുട്ടികളെയും കണക്കാക്കാതെ 5000 പുരുഷന്മാർക്ക്. അപ്പോൾ നമ്മളങ്ങനെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 10,000-ലധികം, കണക്ക് ബൈബിളിൽ പറഞ്ഞിട്ടില്ല എങ്കിലും 10,000-ലധികം ആൾക്കാർക്ക് യേശു ക്രിസ്തു വെറും 5 അപ്പവും 2 മീനും കൊണ്ട് അതിനെ വാഴ്ത്തി സമൃദ്ധമായി അവർക്ക് ആഹാരം കൊടുത്ത്, ആ സംഭവത്തിന് ശേഷമാണ്, വരുന്ന യാത്രയിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ തൻ്റെ ശിഷ്യന്മാർക്കൊക്കെ വലിയ വിശ്വാസം കർത്താവിലുണ്ടായി. അതുമാത്രമല്ല, എടുത്തുചാട്ടക്കാരനായതുകൊണ്ട് പത്രോസിന് ഇച്ചിരി കൂടുതൽ വിശ്വാസം എന്ത് ചെയ്തെന്നറിയാമോ, ആ സംഭവത്തിന്മേൽ ഉണ്ടായി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, സാധാരണയായി ചിന്തിക്കാം. അങ്ങനെ യേശു ക്രിസ്തു വരിക എന്ന് പറഞ്ഞ ഉടനെ തന്നെ എന്തെന്നറിയാമോ, അവൻ ഇറങ്ങി പുറപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവൻ കടൽമേൽ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ തന്നെ എന്തെന്നറിയാമോ, യേശു ക്രിസ്തുവിൻ്റെ മുഖത്തെ അവൻ കണ്ടുകൊണ്ട് നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇവിടെ തിരുവചനം പറയുന്നു, യേശു വരിക എന്ന് പറഞ്ഞ ഉടനെ തന്നെ പത്രോസ് ഇറങ്ങുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നാൽ അതിനുശേഷം പറയുന്നു, അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അപ്പോൾ പത്രോസ് എന്ത് ചെയ്യുന്നറിയാമോ, ആദ്യം യേശുവിൻ്റെ മുഖം നോക്കിക്കൊണ്ട് ആ പടകിൽ നിന്ന് ഇറങ്ങുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവൻ ഇറങ്ങി മുന്നോട്ട് നടക്കുന്ന സമയത്ത് എന്തറിയാമോ, ചില കാറ്റും കോളൊക്കെ അവിടെ അവൻ എന്ത് ചെയ്തു, കണ്ടു. നമുക്കറിയാം, സാധാരണയായിട്ട് കടലിന്മേൽ എന്തോന്നുണ്ട്,
കാറ്റുണ്ട്, ഓളമുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട് അല്ലേ. അവർക്ക് പ്രത്യേകിച്ച് പത്രോസിന് നന്നായിട്ട് അറിയാവുന്നൊരു മനുഷ്യനായിട്ട് കൂടി കർത്താവിലുള്ള വിശ്വാസം കാരണം എന്ത് ചെയ്തു, അവൻ ഇറങ്ങി. അപ്പോൾ കർത്താവിനെ നോക്കിക്കൊണ്ട് കർത്താവ് എൻ്റെ മുന്നിലുണ്ടല്ലോ, യേശു എൻ്റെ മുന്നിലുണ്ടല്ലോ, യേശു എന്നെ വഴി നടത്തുമെന്നുള്ള വിശ്വാസത്തോടും കൂടെ ഇറങ്ങി പുറപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇറങ്ങി പുറപ്പെട്ട് അവൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ തക്കവണ്ണം അവൻ കടൽമേൽ ഇറങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ അല്ലേ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തറിയാമോ, പത്രോസ് ചുറ്റും നോക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. 4 ഭാഗത്തും എന്തോന്നുണ്ട്, മൊത്തം ഇരുട്ടാണ്, പിന്നെ കാറ്റുണ്ട്, കോളുണ്ട്, പിന്നെ അലകളുണ്ട്. അങ്ങനെ അനേക പ്രശ്നത്തിന് നടുവിലാണ് താൻ നിൽക്കുന്നത് എന്നുള്ള ചിന്ത അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ യേശുവിലുള്ള വിശ്വാസം അവനിൽ നിന്ന് നഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അല്ലെങ്കിൽ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതിൽ നിന്ന് അവൻ മാറി ലോകത്തേക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങളുടെ നോട്ടത്തെ മാറുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ മാറുന്നുവെങ്കിൽ, പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്, കഷ്ടതകളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ലോണുണ്ട്, കടമുണ്ട്, എനിക്ക് രോഗമുണ്ട്, ഇതൊക്കെയും ചിന്തിച്ച് നമ്മൾ വളരെയധികം പ്രയാസത്തിലാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പക്ഷേ നിങ്ങൾ ക്രിസ്തുവിനെ നോക്കിയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ രോഗങ്ങൾ എന്തോന്നല്ല, പ്രശ്നമല്ല. നിങ്ങളുടെ രോഗങ്ങൾ പ്രശ്നമല്ല എന്ന് വെച്ച് രോഗം അവിടെ ഇല്ലേ? യഥാർത്ഥത്തിൽ രോഗം തനിക്കുണ്ട് അല്ലേ, രോഗം എനിക്കോ നമുക്കുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ക്രിസ്തുവിലാണ് നിങ്ങളുടെ നോട്ടമെങ്കിൽ ക്രിസ്തു എനിക്ക് വേണ്ടിയുള്ള സകലതും ചെയ്തു തരുമെന്നുള്ള പ്രതീക്ഷ ഈ പത്രോസിൽ ആദ്യം ഉണ്ടായിരുന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ എന്തെന്നില്ല, ഒരു പ്രയാസമല്ല. ഇന്ന് നിങ്ങൾക്ക് രോഗമുണ്ടായിരുന്നിരിക്കാം, ഇന്ന് നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടെന്നിരിക്കാം, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾ ആയിരിക്കുന്നതിരിക്കാം. പക്ഷേ യേശു ക്രിസ്തുവിലാണ് നിങ്ങളുടെ നോട്ടമെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ രോഗത്തിനൊരു പ്രശ്നമല്ല, നിങ്ങളുടെ കടബാധ്യത ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ മറ്റ് സമാധാനമില്ലാത്ത അവസ്ഥയൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമല്ലാതായി മാറും. നിങ്ങൾ നോക്കിക്കേ, പത്രോസിന്റെ ജീവിതത്തിൽ അതൊക്കെ ഇല്ലേ? കാറ്റില്ലേ, കോളില്ലേ, അലകളില്ലേ, എല്ലാമുണ്ട്, കടൽ ഇരുട്ടില്ലേ, എല്ലാമുണ്ട്. പക്ഷേ ക്രിസ്തുവിലേക്ക് അവൻ നോക്കിയത് മുഖാന്തരം അവന് പടകിൽ നിന്ന് ഇറങ്ങി നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഈ പ്രശ്നത്തിന് നടുവിലും അവൻ സമാധാനത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഉള്ള പ്രശ്നത്തിന്റെ നടുവിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ, യേശു ക്രിസ്തുവിനെ നോക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തില്ല, നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമായി മാറുകയില്ല. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ സമാധാനമില്ലാതെ, മനസ്സിന് സന്തോഷമില്ലാതെ, ദുഃഖത്തിൽ, എത്ര കഷ്ടപ്പെട്ടിട്ടും എത്ര തൊഴിൽ ചെയ്തിട്ടും ഒരു മുന്നേറ്റവും ഇല്ലാതിരിക്കുന്ന ആരൊക്കെയോ ഇന്ന് സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു. മക്കളുടെ വിവാഹ കാര്യം ആലോചിച്ചുകൊണ്ട് അത് നടക്കാത്ത അവസ്ഥയിൽ ആയിരിക്കുന്നത് ഓർത്ത് വിഷമിക്കുന്ന ആരൊക്കെയോ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു. മക്കളുടെ വഴിതെറ്റിയ ജീവിതത്തെ ഓർത്തുകൊണ്ട്, പ്രയാസത്തെ ഓർത്തുകൊണ്ട്, നല്ലൊരു വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന് ചിന്തിച്ച് പ്രയാസത്തിലായിരിക്കുന്ന തലമുറകളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ അപ്പന്മാരും അമ്മമാരും ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ഫോക്കസ് അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടം ക്രിസ്തുവിലാണെങ്കിൽ, ക്രിസ്തുവിലേക്കാണ് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ഈ പറയപ്പെട്ട പ്രശ്നത്തിൻ്റെ നടുവിൽ നിങ്ങൾ താളടിയായി പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരില്ല. നിങ്ങൾ കടലിൻ്റെ നടുക്കാണ് നിൽക്കുന്നതെങ്കിൽ കൂടി, നിങ്ങൾ ഇത്രയും വലിയ ശോധനകളുടെ നടുക്കാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ കൂടി, നിങ്ങളുടെ ഈ ശോധനകളൊന്നും നിങ്ങളുടെ ജീവിതത്തെ അലട്ടാതെ വണ്ണം, നിങ്ങളുടെ ജീവിതത്തിൽ ഏശാതെ വണ്ണം അത് മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ തിരുവചനം പറയുന്നു, പത്രോസ് എന്ത് ചെയ്യുന്നറിയാമോ? യേശുവിനെ നോക്കിയപ്പോൾ അവൻ കടലിന് പുറത്ത് നിൽക്കുവാൻ അവന് കഴിഞ്ഞു. എന്നാൽ അവൻ ചുറ്റും നോക്കി, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു പോയപ്പോൾ അവൻ മുങ്ങുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തെ നമ്മൾ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, നമുക്ക് ലോകത്തിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒന്നും ലഭിക്കാൻ പോകുന്നില്ല അല്ലേ? നമ്മുടെ ലോകത്തിൽ നിന്ന് ഒരു മനുഷ്യന് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. ഒരു സമാധാനം ലഭിക്കുമോ? ഇല്ല, ഒരിക്കലും സമാധാനം നിങ്ങൾക്ക് ലോകത്തിൽ നിന്ന് ലഭിക്കുകയില്ല. നിങ്ങളൊരു സിനിമ കാണുവാൻ പോകുന്നുവെങ്കിൽ എന്ത് ചെയ്യുന്ന, ആ സിനിമ കാണുന്ന 2.5, 3, 4 അല്ലെങ്കിൽ 3 മണിക്കൂർ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആ സിനിമ കാണുന്ന സമയത്തിൽ ചിലപ്പോൾ നിങ്ങൾ ചിരിച്ചെന്നിരിക്കാം അല്ലേ? അത് കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ എവിടെ പോകുന്നു? വീണ്ടും പഴയ ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അതുമാത്രമല്ല, ഒരു മദ്യത്തിനോ അല്ലെങ്കിൽ മയക്കുമരുന്നിനോ അടിമയായി തീർന്നുകൊണ്ട്
എൻ്റെ ഈ സങ്കടം ഒന്ന് ഒഴിച്ചു മാറ്റാം അല്ലെങ്കിൽ മാറ്റിവയ്ക്കാമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലുമായി അത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ പ്രയാസത്തെ മാറ്റുവാൻ തക്കവണ്ണം നിങ്ങളുടെ ലഹരി വസ്തുക്കൾക്കോ മദ്യത്തിനോ മയക്കുമരുന്നിനോ സാധിക്കുകയില്ല. നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ വീര്യം മാറുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഇത്ര മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങൾ വീണ്ടും പഴയ ലൈഫിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു, മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചെന്നിരിക്കുക, ഞാൻ ഇതൊക്കെയും ഈ വിഷമങ്ങളൊക്കെയും മാറുവാൻ, എനിക്കൊരു മനസ്സമാധാനം ലഭിക്കുവാൻ ഞാൻ എവിടെയെങ്കിലും യാത്ര പോയാൽ എനിക്ക് ചിലപ്പോൾ കഴിയുമെന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചെന്നിരിക്കാം. എന്നാൽ നിങ്ങൾ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ, നിങ്ങൾ സ്ഥലങ്ങൾ കാണുമ്പോൾ, നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അല്പം ആശ്വാസം ലഭിച്ചെന്നിരിക്കാം. എന്നാൽ തിരിച്ച് നിങ്ങൾ മടങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ വീണ്ടും ആ പ്രശ്നത്തിൻ്റെ നടുവിലേക്കാണ് കടന്നു വരുന്നത്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന, യേശുക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന സമാധാനമുണ്ടല്ലോ, അത് ലോകത്തിലെ ഒരു മനുഷ്യനും തരുവാൻ സാധിക്കത്തില്ല. ലോകത്തിലെ ഒരു ലഹരി വസ്തുവിനും തരുവാൻ സാധിക്കത്തില്ല. ലോകത്തിലെ ഒരു യാത്രകൾക്കും തരുവാൻ സാധിക്കത്തില്ല. ക്രിസ്തുവിൽ നിന്നുള്ള സമാധാനം നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നാൽ അത് നിത്യമായ സമാധാനമാണ്. എത്ര പേർന്ന് വിശ്വസിക്കുന്നു കർത്താവിൽ നിന്ന് എനിക്ക് സമാധാനം ലഭിക്കുമെന്ന്, യേശു ക്രിസ്തുവിൽ നിന്ന് എനിക്ക് സമാധാനം ലഭിക്കുമെന്ന് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ പ്രയാസങ്ങൾ ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ കടബാധ്യത ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ രോഗം ഒരു പ്രശ്നമല്ല. വൈദ്യന്മാർ, ഡോക്ടർമാരൊക്കെയും ഇനി ഇതിനൊരു അടുത്തൊരു സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞ് വിഷമത്തോടു കൂടി ഇരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിൽ നിങ്ങൾ നോക്കുന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളൊന്ന് നോക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, അവനിലൊന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ, നിങ്ങളുടെ രോഗബന്ധനങ്ങളെ എടുത്തു കളയുവാൻ തക്കവണ്ണം, നിങ്ങളുടെ രോഗബന്ധനങ്ങളെ മായ്ച്ചു കളയുവാൻ തക്കവണ്ണം, നിങ്ങളുടെ രോഗത്തെ ആ ഭാഗത്തു നിന്ന് എടുത്തു മാറ്റുവാൻ തക്കവണ്ണം യേശുവിന് കഴിയുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിലേക്ക് നിങ്ങൾ നോക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റുവാൻ യേശുവിന് സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ പത്രോസിനെ കുറിച്ച് നിങ്ങൾ നോക്കിയേ. അവൻ ലോകത്തേക്ക് നോക്കിയപ്പോൾ അവൻ താണുപോകുവാൻ തക്കവണ്ണം ഇവിടെയായി തീർന്നു. അവൻ ലോകത്തേക്ക് നോക്കാതിരുന്നുവെങ്കിൽ അവന് ആ കടലിന്മേൽ നടന്നുകൊണ്ട് പത്രോസിന് യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഇവിടെയായി തീരുമായിരുന്നു. എന്നാൽ അവൻ ലോകത്തിലേക്ക് നോക്കിയത് മുഖാന്തരം അവൻ താണുപോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇവിടെ കാണുവാൻ സാധിക്കും. അതിനുശേഷം 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അല്ലേ, പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ക്രിസ്തുവിൻ്റെ മുഖം നോക്കി നമ്മൾ ജീവിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ നിന്നുള്ള വിടുതലുകൾ പ്രാപിച്ച് യേശു ക്രിസ്തുവിൽ നമ്മൾ നോക്കി മുന്നോട്ട് പോകുന്നവരായിരിക്കും. എന്നാൽ ചില പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൽ നിന്നുള്ള നോട്ടന്മാർ നമ്മൾ ലോകത്തിലേക്ക് പോകും. എന്നാൽ ആ സമയത്ത് നമ്മൾ കൂടുതൽ ഉള്ളിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ സമയത്തും നിങ്ങൾ യേശുവേ എന്നുള്ളൊരു വാക്ക് വിളിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ യേശുവേ എന്ന് നിങ്ങളൊന്ന് വിളിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഇവിടെ നോക്കിക്കേ, പത്രോസ് എന്തെന്നറിയാമോ? അവൻ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നാൽ അപ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട്. യേശു ഉടനെ കൈനീട്ടി അവനെ എന്ത് ചെയ്തു? പിടിച്ചു. അവൻ താണുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ എന്തറിയാമോ? യേശു ക്രിസ്തു പിടിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പത്രോസിന് കടല് ബുദ്ധിമുട്ടുള്ള മനുഷ്യനാണോ? അവൻ മീൻപിടുത്തക്കാരനായിരുന്നു, അല്ലേ? ഏറ്റവും നന്നായിട്ട് കടലിന് പരിചയമുള്ളത് ആർക്കാണ്? ഒരു നേവി ഓഫീസർക്കോ അല്ല, അല്ലെങ്കിൽ ഏതൊരു തരത്തിലും കടലിന്മേലുള്ള മനുഷ്യർക്കല്ല, സാധാരണ മനുഷ്യർക്കല്ല, മീൻപിടുത്തക്കാരനായ ഒരു മനുഷ്യനെ ആ കടലിൻ്റെ സകലതും അവൻ അറിയാൻ പറ്റും. എവിടെയൊക്കെ പ്രശ്നമുണ്ട്, എവിടെയൊക്കെ പ്രയാസമുണ്ട്, എങ്ങനെ ഞാൻ ഈ കടലിന്മേൽ നീന്തണമെന്നുള്ള അറിവ് ഒരു മീൻപിടുത്തക്കാരനായ മനുഷ്യന് കൃത്യമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ പക്ഷേ എന്നറിയാമോ, പത്രോസിന് അവൻ നിലവിളിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. കാരണം അവന് രക്ഷയില്ല എന്ന് അവൻ മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു? അവൻ നിലവിളിക്കുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. എന്നാൽ ആ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കരം നീട്ടി പത്രോസിനെ പിടിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നത്. എന്നാൽ അതിനുശേഷം പറയുന്നു, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? ഹല്ലേലൂയ. ഇവിടെ നമ്മോടും കർത്താവായ യേശു ക്രിസ്തുവിന് ചോദിക്കാനുള്ളത്, നിങ്ങളിന്ന് പ്രയാസത്തിലായിരിക്കുന്നുവെങ്കിൽ, നിങ്ങളൊന്നൊരു ക്രിസ്ത്യാനി എന്നുള്ള പേര് വെച്ചിട്ട് നിങ്ങളൊന്നൊരു പ്രയാസത്തിലിരിക്കുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നു, നീ എന്തിന് എന്നെ അവിശ്വസിച്ചു? അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് നീ എന്തിന് മാറിപ്പോയി? നീ എന്നെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, നിനക്ക് പൂർണ്ണമായൊരു വിശ്വാസം നിന്റെ ജീവിതത്തിലുണ്ടായിരുന്നുവെങ്കിൽ, ഈ പ്രയാസത്തിൻ്റെ നടുവിൽ നിനക്ക്
സുഖമായി ജീവിക്കുവാൻ, അല്ലെങ്കിൽ ഈ പ്രയാസത്തിൻ്റെ നടുക്കും നിനക്ക് സന്തോഷത്തോടു കൂടെ ആയിരിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ലയോ എന്ന് തിരുവചനം ഇന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കുന്നു. യേശു ക്രിസ്തുവിനെ അറിയാത്ത പ്രിയ സഹോദരങ്ങളാണ് ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ യേശു ക്രിസ്തുവിൽ ഒരിക്കൽ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ, അവനിൽ തന്നെ നിങ്ങൾ തുടരുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രയാസത്തിൻ്റെ വേളകളിൽ, പ്രയാസത്തിൻ്റെ കഷ്ടതയുടെ നടുവിലൊക്കെയും നിങ്ങൾ ലോകത്തെ നോക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയാസത്തെ നോക്കി വിഷമിച്ചിരിക്കാതെ ക്രിസ്തുവിലാണ് നിങ്ങൾ നോക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഒരിക്കലും അതിൽ ആ പ്രയാസത്തിന്മേൽ നിങ്ങൾ അകപ്പെട്ടു പോകാതെ ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അല്ലെങ്കിൽ ക്രിസ്തു നിങ്ങളെ സകല പ്രശ്നത്തിൽ നിന്ന് വിടുതൽ തന്ന് കൊണ്ടുപോകുവാൻ തക്കവണ്ണം അവൻ ശക്തനാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിന്ന് പ്രശ്നത്തിൻ്റെ നടുവിലാണെങ്കിൽ നിങ്ങളൊന്ന് വിളിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ? യേശു ക്രിസ്തുവിനെ ഒന്ന് വിളിക്കുവാൻ നിങ്ങളും തയ്യാറാകുന്നുണ്ടോ? ഇവിടെ പത്രോസ് വിളിച്ചതുപോലെ കർത്താവേ നീ എന്നെ രക്ഷിക്കണമേ എന്ന് ഒന്ന് പറയുവാൻ നിങ്ങൾക്കൊന്ന് സാധിക്കുന്നുണ്ടോ? ഇന്ന് നിങ്ങൾ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമാണ് ഇവിടെ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ തിരുവചനം പറയുന്ന അല്പവിശ്വാസി നീ എന്തിന് സംശയിച്ചു? നമ്മുടെ ജീവിതത്തിലെ സംശയങ്ങൾ ഈ ദിവസങ്ങൾ മാറിപ്പോകട്ടെ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ സംശയങ്ങൾ മാറിപ്പോകട്ടെ. ക്രിസ്തുവിലുള്ള സംശയം മാറി പൂർണ്ണ വിശ്വാസികളായി നിങ്ങൾ മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അതിശയങ്ങൾ നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഇവിടെ പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ? ക്രിസ്തുവിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇതുവരെ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവരാണ്, അല്ലെങ്കിൽ അറിയാത്തവരാണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രയാസത്തിന് നടുവിൽ ഇറങ്ങി വരുവാൻ യേശുവിന് താല്പര്യമുണ്ട്, യേശുവിന് ആഗ്രഹമുണ്ട്. നിങ്ങളൊന്ന് യേശുവിനെ ഒന്ന് അന്വേഷിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ? യേശു ക്രിസ്തുവിൽ ഒന്ന് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ? സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നൽകി നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കും. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നൽകുവാൻ തക്കവണ്ണം യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റൊരുവനിലെ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ നമുക്ക് ആകാശത്തിൻ്റെ കീഴിൽ ഏക നാമമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു എന്ന നാമം മാത്രമാണ്. പ്രിയ ദൈവമക്കളെ, നിങ്ങളൊന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതിശയങ്ങൾ നിങ്ങൾ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവസ്ഥാനം നിങ്ങൾക്കൊന്ന് പറയുവാൻ കഴിയുന്നുണ്ട്, കർത്താവേ എൻ്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് ഇറങ്ങി വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് ഇറങ്ങി വരണമേ, എൻ്റെ പ്രയാസത്തിൻ്റെ നടുവിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്ന് എത്ര പേർക്ക് നീ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയുവാൻ സാധിക്കുന്നുണ്ട്? നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ആത്മാർത്ഥമായി നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും. യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ട സമാധാനം നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എത്ര പേർ ഈ സമയം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു? നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഇത്രയും സമയം വചനം ചിന്തിക്കുവാൻ തക്കവണ്ണം കർത്താവേ നീ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ അവിശ്വാസികളായിട്ടല്ല, പൂർണ്ണമായി കർത്താവ് വിശ്വസിക്കുവാൻ തക്കവണ്ണം കർത്താവേ അങ്ങനെ ആശ്രയം വഹിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ കർത്താവേ, നീ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പം പൂർണ്ണമായൊരു സൗഖ്യം നൽകി ഞങ്ങളെ മാനിക്കണമേ. ഹൃദയത്തിൽ നല്ല സമാധാനം നൽകി ഞങ്ങളെ മാനിക്കണമേ കർത്താവേ. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കർത്താവേ പ്രയാസത്തിലായിരിക്കുന്നുവെങ്കിൽ, ദുഃഖത്തിലായിരിക്കുന്നുവെങ്കിൽ, കർത്താവേ കഷ്ടതയിലായിരിക്കുന്നുവെങ്കിൽ പൂർണ്ണ സമാധാനം നൽകി കർത്താവേ അങ്ങ് മാനിക്കുന്ന നല്ല കൃപകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നല്ല ഉറക്കത്തെ കൊടുക്കണമേ, നല്ല സമാധാനം നൽകണമേ. അപ്പ ഹല്ലേലൂയ രോഗത്തിലായിരിക്കുന്നവർക്ക് അതിൽ നിന്ന് പൂർണ്ണമായൊരു വിടുതൽ നൽകണമേ. അപ്പൊ ആശ്വാസം നൽകി കർത്താവേ മാനിക്കുന്ന നല്ല കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സകലം നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഏറ്റവും അനുഗ്രഹമായി ഈ ദിവസങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. നിങ്ങളുടെ പ്രയാസത്തിന് നടുവിൽ, നിങ്ങളുടെ കഷ്ടതകളുടെ നടുവിൽ യേശു ക്രിസ്തു ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. നിങ്ങൾക്ക് പ്രാർത്ഥനകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. നിങ്ങളുടെ വിഷയങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഗോഡ് ബ്ലസ് യു ആൾ.